ഹായ് മക്കളെ, അങ്ങനെ ഇന്ന് നമ്മുടെ നീറ്റ് എക്സാം കഴിഞ്ഞു. അപ്പോൾ കുട്ടികളുടെ അടുത്ത് സംസാരിച്ച സമയത്ത് എല്ലാവർക്കും ഒരു ഈസി ടു മോഡറേറ്റ് ലെവലിലാണ് എക്സാം ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുട്ടികളുടെ അടുത്ത് സംസാരിച്ചതിൻ്റെ ബേസിസിൽ നമുക്ക് മനസ്സിലായത് എക്സാമിൽ ബയോളജി വളരെ ഈസി ആയിരുന്നു. ഡയറക്റ്റ് NCERT എന്നാണ് ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുള്ളത്. കെമിസ്ട്രിയും ഈസി ആയിരുന്നു. എന്നാൽ ഫിസിക്സ് ആണ് കുട്ടികൾക്ക് കുറച്ച് ടൈം എടുത്തിട്ടുള്ളത്. മെയിൻലി ഫോർമുലാസ് ഒക്കെ ഡയറക്റ്റ് അപ്ലൈ ചെയ്തിട്ടുള്ള രീതിക്കുള്ള ക്വസ്റ്റ്യൻസ് കുറേ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആൻഡ് കാൽക്കുലേഷൻ ചെയ്യാനാണ് അവർക്ക് കുറച്ച് ടൈം എടുത്തത്. ബട്ട് ഓവറോൾ എക്സാം സമയത്തിന് കംപ്ലീറ്റ് ആക്കാൻ ഓൾമോസ്റ്റ് എല്ലാ കുട്ടികൾക്കും പറ്റിയിട്ടുണ്ട്. പൊതുവേ ഈസി ടു മോഡറേറ്റ് എന്നാണ് കുട്ടികളുടെ എല്ലാവരുടെയും ഒരു എക്സ്പീരിയൻസ് എന്ന് നമുക്ക് മനസ്സിലാവാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷത്തെ നീറ്റ് പോലെ ആകും എന്നാണ് എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ കഴിഞ്ഞ വർഷത്തിൻ്റെ മുന്നത്തെ വർഷം, അതായത് 2 years മുന്നേ ഉള്ള നീറ്റ് എക്സാമിൻ്റെ ഒരു പാറ്റേണിലാണ് പൊതുവെ കുട്ടികൾക്ക് എക്സാം ഫീൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കട്ട് ഓഫ് ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും. എങ്കിൽ പോലും കുറേ കുട്ടികൾക്ക് ഈസി ആയിട്ട് തോന്നിയത് കൊണ്ട് തന്നെ ഒരു ജനറൽ കാറ്റഗറിയിലുള്ള കുട്ടിക്ക് MBBS കിട്ടാൻ നമ്മളൊരു 660+ ആണ് നമ്മൾ എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് ആയിട്ട് കരുതുന്നത്. ഒരു ±10 വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവും. എനിവേസ് നിങ്ങളെല്ലാവരും എക്സാം എഴുതി കഴിഞ്ഞ് വളരെ ഹാപ്പി ആണെന്ന് കരുതുകയാണ്. ആൻഡ് എക്സാം എഴുതിയ എല്ലാ കുട്ടികളും നിങ്ങൾ വളരെ പീസ്ഫുൾ ആയിട്ട് നമുക്കിനി എക്സാം പേപ്പർ അനാലിസിസ് ഒക്കെ ചെയ്യാം. നമ്മുടെ മാർക്കൊക്കെ അറിയാൻ പറ്റും. ആൻഡ് എല്ലാവർക്കും ഈസി ആയിരുന്നു എന്ന് എക്സ്പെക്ട് ചെയ്യാണ്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾ ആഗ്രഹിച്ചൊരു മെഡിക്കൽ സീറ്റിൽ തന്നെ നിങ്ങൾക്ക് എത്താനുള്ള മാർക്ക് ഉണ്ടാവട്ടെ. എന്തായാലും നിങ്ങളെ കൊണ്ട് പറ്റും.